സാറേ, താക്കോൽ സ്ഥാനത്തിന് വേണ്ടി വലിയ സമ്മർദ്ദം ഉയർത്തിയിട്ട് UDF മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അത് വാങ്ങിച്ചെടുത്തതാണ്. അത്തരം ഒരു സമ്മർദ്ദമൊന്നും ഇപ്പോൾ LDF സർക്കാരിന്റെ മേൽ പറ്റുന്നില്ല. നടക്കത്തില്ലെന്നൊന്നുമല്ല, ഞങ്ങൾ നടത്തുന്നില്ല എന്ന് പറയാം. നിങ്ങൾ അങ്ങനെ പറയാതില്ല, ഞങ്ങളെ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുക. ഞങ്ങൾ ഇവരുടെ ആരുടെ ഒന്നും പുറകെ പോയിട്ടില്ല, ഒരു സ്ഥാനത്തിലുണ്ട്. ഈ ഭരണത്തിൽ ഇങ്ങനെ 10 വർഷമായില്ലേ പോയിട്ടില്ല. പണ്ട് കോൺഗ്രസിന്റെ കാലത്ത് രമേശ് ചെന്നിത്തല മനഃപൂർവ്വമായി അവഗണിക്കുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ള യോഗ്യത ഇവിടുത്തെ ഇന്ന് നിലവിലുള്ള കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അന്ന് അത് അനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ആരെയില്ല. അത് ഞങ്ങൾക്ക് എന്നാ ഗുണം കിട്ടാനാ? രമേശ് ചെന്നിത്തല അവിടുത്തെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് എന്നാ കിട്ടാനാ? അതൊന്നും ഞാൻ അവരാരും യോഗ്യരല്ല. ഇപ്പൊ വരാൻ പോകുന്നത് എന്നാന്ന് കണ്ടറിഞ്ഞു. എന്താ അതൊക്കെ ഈ തരത്തിലാണ് കയ്യിലിരിപ്പെങ്കിൽ അത് അതിൻ്റെ ഫലം അനുഭവിക്കും. അഹങ്കാരം മനുഷ്യന് വേണം. അത്ര കണ്ട് അഹങ്കരിക്കരുത് ഒരു നേതാക്കന്മാരും. താഴ്മയാണ് എന്നുള്ളത് വിചാരിക്കും, നല്ലതെന്ന് വിചാരിച്ചോ. എന്താ എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്ന് നിങ്ങൾക്കറിയാമോ, ഇലക്ഷന് ഇപ്പം പറയുന്നു കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു, LDF ആണെങ്കിൽ LDF വളരെ പിന്നിലാണെന്ന് പറയുന്നു. ഒരു സ്പാർക്ക് മതി, അറിയാം. 24 മണിക്കൂറിന് മുമ്പ് ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി, ഇലക്ഷൻ്റെ ട്രെൻഡ് മാറും. അതിന് എത്ര തെളിവുകളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഒന്നും പറയാനൊക്കത്തില്ല. അല്ല, അത് നേട്ടം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കിയാണ്. തദ്ദേശ സ്വയംഭരണത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ അയലോക്കത്തുകാരൻ ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അദ്ദേഹം വന്ന് വോട്ട് ചോദിച്ചാൽ അപ്പുറത്ത് വല്ല ഇവിടെ കിടന്ന് കൂവി വിളിച്ചാൽ ഓടി വരാൻ അങ്ങനല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യത്തില്ലേ? അപ്പൊ അതുകൊണ്ട് അതിനകത്ത് രാഷ്ട്രീയമില്ല. ഇല്ല, BJPയുടെ അവിടുത്തെ വളർച്ച, അവിടുത്തെ ആളുകൾ BJPയിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഹൈന്ദവ സംഘടനകളുടെ ഒരു ഏകീകരണം അത് BJPക്ക് അനുകൂലമായി എന്നൊരു രാഷ്ട്രീയ വിരുദ്ധ, അല്ലെങ്കിൽ അവരും ആ നിലയ്ക്കാണ് അതിനെ കാണുന്നത്. അപ്പൊ അതൊരു അത്തരത്തിലുള്ള ഹൈന്ദവ ഏകീകരണം പൊളിറ്റിക്കലി BJP അനുകൂല നിലപാട്. BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടുത്തെ ഹൈന്ദവരുടെ എല്ലാം കൂട്ടയാണ്. എനിക്കത് മനസ്സിലാകുന്നില്ല. ഒന്നുമല്ല, ഹൈന്ദവ സംഘടനയിൽ ഇതുപോലുള്ള ഒരുപാട് സമുദായങ്ങളുണ്ട്. അവരെല്ലാം സ്വതന്ത്രരായിട്ട് നിൽക്കുന്നവരാണ്. അവരിൽ BJPക്കാർ കാണും, കോൺഗ്രസ്സുകാർ കാണും, കമ്മ്യൂണിസ്റ്റുകാർ കാണും. അതിനൊരു സംശയമില്ല. ഈ BJP സമീപകാലത്ത് വികസിത കേരളം എന്ന് പറഞ്ഞിട്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രചരണം. അതായത് മറ്റ് മതം, രാഷ്ട്രീയം ഇതിനൊക്കെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു അജണ്ടയായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതൊരു എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് കേരളത്തിന്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ശ്രമിച്ചു നോക്കുകയാണ് അവർ. ഹിന്ദുക്കളെ ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി. ഇപ്പോൾ ഇതിന് മറുപടി പറഞ്ഞല്ലോ, അവരുടെ നേതാവ്, ഒരു പഴയ നേതാവ് പറഞ്ഞല്ലോ, ഇഷ്ടപ്പെട്ടില്ല, യോജിക്കുമെന്ന് കണ്ടപ്പോഴത്തേക്ക്. ഹിന്ദു ഐക്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താ SNDP NSSും കൂടി യോജിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ എന്താ അങ്ങനെ പറയാൻ കഴിയും? ആരെ? അല്ല, അതിനെപ്പറ്റി നമുക്കറിയാൻ മേല. അവർ തമ്മിലുള്ള ബന്ധം എന്നാണ് അതൊന്നും നമുക്ക് പറയാം, അറിയാൻ മേല. നമ്മളത് പറയുന്നത് ശരിയല്ല. യോഗം ചേർന്നാൽ ഏത് തരത്തിലായിരിക്കും അതിനൊരു ഡ്രാഫ്റ്റൊക്കെ ഉണ്ടാവില്ല, ഏതൊക്കെ തരത്തിൽ ചേരണം എന്ന കാര്യങ്ങളിലൊരു സംവിധാനം ഉണ്ടാവില്ല. ഈ SNDP NSS ഐക്യം ഉണ്ടായാൽ ഏത് തരത്തിലായിരിക്കും അവർ ഐക്യം ഉണ്ടാവുക? അതായത് ഏതൊക്കെ കാര്യങ്ങളായിരിക്കും നിലപാടുകൾ? അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. ഞങ്ങളത് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ട്.
ഒരു മതത്തിനോടും ഞങ്ങൾക്ക് എതിരല്ല, ഒരു സമുദായത്തിനോടും എതിരല്ല. എല്ലാവരോടും സഹകരിച്ചു പോകണം, ജനാധിപത്യം നിലനിൽക്കണം. അതുപോലെ തന്നെ ഉള്ള അടിസ്ഥാന മൂല്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല, എല്ലാവരോടും ഒരു സമദൂരം തന്നെ. ഇതൊക്കെ അതിന് വിരോധം വരുന്ന, അതിന് വിഘാതമായി നിൽക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ സ്വീകരിക്കത്തില്ല.